പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. 2-2:30 ശേഷം 3 മണിക്ക് റേഡിയോയിൽ നിന്ന് മലയാളം പാട്ടുണ്ടാവും. ആ സമയത്ത് നല്ലൊരു മഴയും പെയ്തിരുന്നു. ആ മലയാളം പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 2 ജീപ്പ് നിറയെ റൗഡി സംഘം വരികയും വന്നു ഇറങ്ങിയവിടെ തന്നെ അവർ ബോംബ് എറിയുകയാണ് ചെയ്തത്. ബോംബ് എറിഞ്ഞുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി ബി.ഡി. ബ്രാഞ്ചിനകത്ത് പാഞ്ഞു കയറി ആളുകളെ ആക്രമിക്കുന്ന നിലയുണ്ടാകും. ഏകദേശം 19ഓളം തൊഴിലാളികൾക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തു. ചില ആളുകളുടെ കൈവിരൽ അറ്റുപോയിട്ടുണ്ട്. ചില ആളുകളുടെ വെട്ട് കിട്ടിയതുകൊണ്ട് റെസ്റ്റ് വളഞ്ഞു പോയിട്ടുണ്ട്. നെഞ്ചത്ത് കുത്തുകൊണ്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ദിനേശ് ബീഡിയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് 1969-ലാണ്. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലയിൽ അന്നത്തെ മിക്കവാറും ചെറുപ്പക്കാർ ബീഡി മേഖലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ ആളുകളുടെ ഉപജീവനത്തിന് മാർഗം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങളൊക്കെ ഇവിടെ ഗണേശ് ബീഡിയിലാണ് ആദ്യം വന്നത്. തുടർന്ന് ഗണേശ് ബീഡി പൂട്ടി. ഗണേശ് ബീഡി പൂട്ടാൻ കാരണമായത് ബീഡി സിഗർ നിയമം. കേരളത്തിലെ ബീഡി തൊഴിലാളികൾക്ക് വളരെ തുച്ഛമായ കൂലിയാണ്, വളരെ പരിമിതമായ. അപ്പോൾ ഈ പരിതാപകരമായ കൂലി വ്യവസ്ഥയിൽ നിന്ന് അവർക്കൊരു മിനിമം കൂലി വ്യവസ്ഥ ഉണ്ടാകണം, മിനിമം കൂലി കൊടുക്കണം എന്നുള്ളൊരാവശ്യം കേരളത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് A.K. ഗോപാലൻ, അദ്ദേഹമാണ് പാർലമെൻറ്റിലൊരു ബില്ല് കൊണ്ടുവരുന്നത്. ബീഡി തൊഴിലാളിക്ക് മിനിമം കൂലി കൊടുക്കണം. പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടു. പക്ഷേ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു, ഇഷ്ടമുള്ള സംസ്ഥാനത്തിന് കൊടുക്കാം. 69-ൽ EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ബീഡി തൊഴിലാളിക്ക് കേരളത്തിൽ മിനിമം കൂലി കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ ഉണ്ടാക്കി. പക്ഷേ മാംഗ്ലൂർ ഗണേഷ് ബീഡി എന്നുള്ള സ്വകാര്യ കമ്പനി മിനിമം കൂലി കൊടുക്കൂല എന്നുള്ള ഷാഠ്യം, കമ്പനി പൂട്ടിയിട്ടാലും മിനിമം കൂലി കൊടുക്കൂല. അങ്ങനെ കമ്പനി പൂട്ടി അവർ സ്ഥലം വിട്ടു. തൊഴിലാളികൾ പട്ടിണിയിലായി. അവരുടെ ദാരിദ്ര്യം മാറ്റാൻ വേറെ വഴിയില്ല. ഇവർക്ക് വേറെ പണിയൊന്നും എടുക്കാൻ അറിയില്ല അന്നത്തെ ബഹുഭൂരിപക്ഷത്തിൽ. അവിടെ നിന്നാണ് ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് കേരള ദിനേശ് ബീഡി എന്നുള്ള സഹകരണ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. 99% ഷെയറും സർക്കാരിനെ വഹിക്കുന്നത്. 20 രൂപ ഷെയറാണെങ്കിൽ 19 രൂപ സർക്കാർ, 1 രൂപ തൊഴിലാളിയാണ്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് ആ 1 രൂപ ഷെയർ ഒരു തൊഴിലാളിയിൽ നിന്ന് ഈടാക്കുന്നത്. അങ്ങനെയാണ് കേരള ദിനേശ് ബീഡി സഹകരണ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. അന്ന് ബീഡി കമ്പനികളിലെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി പോലെയാണ്. എല്ലാ ദിവസവും വായനയുണ്ടാവും. പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും, ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ വരെ അന്ന് ഈ കമ്പനികളിൽ നിന്ന് വായിക്കും. അതിലൂടെയാണ് അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും രാജ്യത്തും ലോകത്തും നടക്കുന്ന സംഭവങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ കഴിയുന്നവരും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്നവരുമായി മാറിയിട്ടുള്ളത് എന്നതും ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ബീഡി തൊഴിലാളികൾ മിക്കവരും, ഭൂരിപക്ഷം ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരായിരുന്നു. നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ബീഡി തൊഴിലാളികൾ അന്ന് ഇടപെടുമായിരുന്നു. അങ്ങനെയുള്ള ബീഡി തൊഴിലാളികളെ ഇല്ലാതാക്കിയാൽ ഇവിടുത്തെ പാർട്ടി പ്രവർത്തനം നിലക്കുമെന്നായിരുന്നു അവർ കരുതിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. നമ്മുടെ ചെറുപ്പകാലത്ത് എല്ലാവരും നല്ലോണം ബീഡി വലിക്കുന്നവർ, ഭയങ്കര പുകവലിക്കാർ. അത് ശരീരത്തിന് വലിയ ദോഷം ചെയ്യുന്നതായിരുന്നു. വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ അത് നിർത്തി. അതുപോലെ പുതിയ തലമുറയോട് പറയാനുള്ളത്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാൻ വേണ്ടി പാടില്ല. അവർ നേരായ വഴിക്ക് സഞ്ചരിക്കണം. അവരിതുപോലുള്ള സംഘടനകളുമായി ബന്ധപ്പെടണം. SFI ആയാലും DYFI ആയാലും അതുപോലെ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ CIT ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടുത്തെ പൊതുവിലുള്ള സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുന്നത് എന്നാണ് എൻ്റെ ബോധ്യം. ഈ സമൂഹത്തിനകത്ത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് ഈ പാർട്ടിയാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ കൂടെ നിൽക്കാൻ കാരണം അതാണ്. എല്ലാ കാലത്തും അനീതിക്കെതിരെ പടനയിക്കാൻ ഈ പാർട്ടിയേ ഉള്ളൂ. എല്ലാ നേട്ടത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഈ പാർട്ടിയുടെ
കുശലന്മാരായ പ്രവർത്തകന്മാരാണ് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പാർട്ടി എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുമായി ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. കോളേജുകളിലും ഹൈസ്കൂളുകളിലും ഒക്കെ ഇന്നിപ്പോൾ SFI ജയിച്ച് മുന്നേറുന്നത് അതൊരു ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ സമൂഹത്തിനകത്ത് മാറ്റമുണ്ടാക്കാൻ ഏറ്റവും നന്നായി ഇടപെടാനും പ്രവർത്തിക്കാൻ കഴിയുന്നവർ യുവാക്കളാണ്. അപ്പോൾ യുവാക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ശ്രമിക്കുന്നത് യുവജന സംഘടനയിലൂടെ DYFIയിലൂടെ അതുപോലെ SFIയിലൂടെയൊക്കെയാണ് ശ്രമിക്കുന്നത്. അത് ഒരു ഭാവിയിലേക്കുള്ള ചൂണ്ടുവലികയായിട്ട് ഞാൻ കാണുകയാണ്. ഈ പാർട്ടിയുടെ ശക്തി സ്രോതസ്സായി അത് മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.